കണ്ണൂർ വരെ വന്നിട്ട് പറശ്ശിനിക്കടവ് മുത്തപ്പനെ ഒന്ന് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. വാ, നമുക്ക് മുത്തപ്പനെ ഒന്ന് കണ്ടിട്ട് വരാം. അതുപോലെ പറശ്ശിനിക്കടവിലെ അടിപൊളി കാഴ്ചകൾ നമുക്കൊന്ന് ആസ്വദിക്കാം. ഓക്കെ, കം, ലെറ്റ്സ് ഗോ. മുത്തപ്പനെ കണ്ടു, തൊഴുതു, സന്തോഷമായി. ഇത് മുത്തപ്പൻ്റെ പ്രസാദവും കിട്ടി. ഈ പ്രസാദത്തിനകത്ത് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കടല, നല്ല വേവിച്ച കടലയും അതിനകത്ത് 2 കഷ്ണം തേങ്ങ ഇട്ടിട്ടുണ്ട്. അടിപൊളി. ഇവിടെ മുത്തപ്പൻ്റെ പ്രസാദ കൗണ്ടറിൽ മുന്നേ ചായ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, നല്ല ചൂട് ചായ. ഇപ്പം അതെല്ലാം നിർത്തലാക്കി. കാരണം കോവിഡിൻ്റെ ഇത് കാരണം ഇപ്പം ഇരുത്തി ചായ ഒന്നും കൊടുക്കുന്നില്ല. അന്നദാനവും തിങ്കളാഴ്ച മുതൽ ശനി വരെ മാത്രമേ അന്നദാനം ഉള്ളൂ. ഞായറാഴ്ച വന്ന അന്നദാനം കിട്ടത്തില്ല.
പുറകിൽ കണ്ടില്ലേ ഭക്തജനങ്ങളുടെ തിരക്കാണ്. ഈ കോവിഡ് സമയത്ത് നല്ല തിരക്കാണ് ഇവിടെ പറശ്ശിനിക്കടവിൽ മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ എൻ്റെ പുറകിൽ ഇവിടെ കാണുന്നതാണ് പറശ്ശിനിക്കടവിലെ ബോട്ട് ജെട്ടി. ഇവിടെ ടൂറിസ്റ്റുകൾക്ക് 40 രൂപ, 15 മിനിറ്റിന് 40 രൂപയ്ക്ക് ഗവൺമെൻറ് ഓഫ് കേരളയുടെ അടിപൊളി വാട്ടർ ടാക്സി ഉണ്ട്. നമുക്കൊന്ന് കയറി ബോട്ട് യാത്ര ചെയ്താലോ?
അങ്ങനെ നമ്മുടെ ബോട്ട് യാത്ര കഴിഞ്ഞു. നല്ലൊരു യാത്രയായിരുന്നു. നല്ല നല്ല സീനറീസ് ഷൂട്ട് ചെയ്യാൻ പറ്റി. വളരെ നല്ല ഒരു ബോട്ട് യാത്രയായിരുന്നു. ഇവിടെ ഒത്തിരി യാത്രക്കാർ ബോട്ട് യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഹൗസ് ബോട്ട് അടുത്ത യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. നല്ല യാത്രയായിരുന്നു. എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അങ്ങനെ പറശ്ശിനിക്കടവിലെ കാഴ്ചകൾ എല്ലാവരും കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അണ്ടിൽ ദെൻ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി ആൻഡ് കീപ് വാച്ചിങ് ട്രാവലർ. ബൈ.